രാഷ്ട്രീയക്കാരെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവണതയിലേക്ക് വരുമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നന്ദി മാത്യു താങ്കളുടെ പ്രതികരണത്തിന്. വീണ്ടും രാഹുൽ ഈശ്വറിലേക്ക്. രാഹുൽ, രാഷ്ട്രീയക്കാരെ മാറ്റി നിർത്തണം എന്ന ആവശ്യം ധാരാളമായി വരുന്നു. അങ്ങനെയാണെങ്കിൽ പകരം ഏത് തരത്തിലുള്ള ഒരു ബദൽ സംവിധാനമാണ്, ഏത് തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഇതിന്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന്, അഴിമതിരഹിതമായ പ്രവർത്തനത്തിന് വേണ്ടിവരിക? അതിനൊരു നിർദ്ദേശമാണ്. ഒരുപാട് സാമുദായിക സംഘടനകളുണ്ട്. ശ്രീ നാരായണ പണിക്കർ അടക്കം, വെള്ളാപ്പള്ളി നടേശൻ സാർ അടക്കം, ഒരുപാട് ബ്രാഹ്മണ സഭകളടക്കം, SC/ST അടക്കം, പുലയ ഫോറംസ് അടക്കം ഒരുപാട് ഫോറംസ് ഉണ്ട്. ഇതിൽ നിന്ന് നമ്മളൊരു ഹിന്ദു പാർലമെന്റ് പോലെ ഒരു ഹിന്ദു പ്രതിനിധി സഭയെ തിരഞ്ഞെടുക്കുകയും അവർക്ക് ഏൽപ്പിക്കുകയും ചെയ്യുക. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർക്ക് വിശ്വാസമുണ്ട്. ഒരു കാര്യം കൂടി, സർക്കാർ ഒരിക്കലും ക്രിസ്തീയ ദേവാലയങ്ങളുടെ കാര്യത്തിൽ ഇടപെടില്ല, മുസ്ലിം ദേവാലയങ്ങളുടെ കാര്യത്തിൽ ഇടപെടില്ല. അവയെല്ലാം നന്നായി പോകുന്നുണ്ട്. ഹിന്ദുമത ക്ഷേത്രങ്ങളിലും ഹിന്ദുമത സ്ഥാപനങ്ങളുമാണ് ഇടപെടുന്നത്. ഈ ഇടപെടൽ മാറ്റുകയും വിശ്വാസം തിരിച്ച് ഹിന്ദു വിശ്വാസികൾക്ക് തന്നെ, മതവിശ്വാസികൾക്കും ഈശ്വര വിശ്വാസികൾക്കും കൊടുക്കുകയും ഇതുപോലെ സാമുദായിക സംഘടനകളുടെ ഒരു ഏകീകരണം രാഷ്ട്രീയക്കാരെ മാറ്റി നിർത്തണം എന്ന ആവശ്യം ധാരാളമായി വരുന്നു. അങ്ങനെയാണെങ്കിൽ പകരം ഏത് തരത്തിലുള്ള ഒരു ബദൽ സംവിധാനമാണ്, ഇതിന്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന്, അഴിമതിരഹിതമായ പ്രവർത്തനത്തിന് പറയുമ്പോൾ ഏത് വിശ്വാസി എന്ന ചോദ്യം വരും. അങ്ങനെയാണ് എല്ലാ സാമുദായിക സംഘടനകളും നിർദ്ദേശമാണ്. ഒരുപാട് പ്രതിനിധി സഭകളുണ്ട്. ശ്രീ നാരായണ ഹിന്ദു പാർലമെന്റ് പോലെ ഒരു ഹിന്ദു പ്രതിനിധി സഭയെ തിരഞ്ഞെടുക്കുകയും തീർത്ഥാടന കേന്ദ്രങ്ങളുടെ പ്രശസ്തിയേക്കാൾ എത്രയോ ഉയരെ പോയിരിക്കുന്നു. അഴിമതിയിൽ കുളിച്ച ദേവസ്വം ബോർഡുകളുടെ അതിന് മോശമല്ലാത്ത സംഭാവന നൽകിയെന്ന് പ്രസിഡന്റിനും അംഗങ്ങൾക്കുമെല്ലാം അഭിമാനിക്കാം. അഴിമതിയും ക്രമക്കേടും എന്നും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പുതിയ സംഭവമല്ല. കറകളഞ്ഞ രാഷ്ട്രീയം എന്നത് ഒരു ഉട്ടോപ്യൻ മാറിക്കഴിഞ്ഞ ഇക്കാലത്ത് നമ്മുടെ മതസ്ഥാപനങ്ങളെങ്കിലും പരിശുദ്ധമാക്കി തീർക്കാം. അത് രാഷ്ട്രീയത്തെ അക്കൗണ്ടബിൾ ആയിരിക്കും, എഫിഷ്യന്റ് ആയിരിക്കും, ഭക്തരായിരിക്കും, വിശ്വാസത്തോടെ കാര്യങ്ങൾ നടത്തുന്നവരുമായിരിക്കും. അത് മാത്രമാണ് ഇതിന്റെ ഒരു ലോങ് ടേമിലുള്ള സർക്കാരിന്റെ ഇടപെടൽ മാറ്റി ഇത്തരം വിശ്വാസികളുടെയും ഹിന്ദുമത ഓർഗനൈസേഷന്റെയും, വിശ്വാസി എന്ന് എല്ലാവരും പറയുമ്പോൾ ഏത് വിശ്വാസി എന്ന ചോദ്യം വരും. അങ്ങനെയാണ് എല്ലാ സാമുദായിക സംഘടനകൾക്കും പ്രാതിനിധ്യം കൊടുത്തുള്ള ഒരു പ്രതിനിധി സഭ, ഹിന്ദു പാർലമെന്റ് പോലൊരു മോഡൽ ഉണ്ടാക്കുകയും അവരെ ഭരണം ഏൽപ്പിക്കുകയും അതിന് വർഷം തോറും ഇലക്ഷൻ പ്രൊസീജിയറും മറ്റും നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഇതാണ് നമ്മുടെ ജനങ്ങൾ ഇനി ഭാവിയിലേക്ക് ആലോചിക്കേണ്ട കാര്യങ്ങളുള്ളൂ. നന്ദി രാഹുൽ ഈശ്വർ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയതിന്. നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ പ്രശസ്തിയേക്കാൾ എത്രയോ ഉയരെ പോയിരിക്കുന്നു അഴിമതിയിൽ കുളിച്ച ദേവസ്വം ബോർഡുകളുടെ കുപ്രസിദ്ധി. അതിന് മോശമല്ലാത്ത സംഭാവന നൽകിയെന്ന് പ്രസിഡന്റിനും അംഗങ്ങൾക്കുമെല്ലാം അഭിമാനിക്കാം. അഴിമതിയും ക്രമക്കേടും എന്നും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പുതിയ സംഭവമേ അല്ല. കറകളഞ്ഞ രാഷ്ട്രീയം എന്നത് ഒരു ഉട്ടോപ്യൻ ആശയമായി മാറിക്കഴിഞ്ഞ ഇക്കാലത്ത് നമ്മുടെ മതസ്ഥാപനങ്ങളെങ്കിലും പരിശുദ്ധമാക്കി തീർക്കാം. അത് രാഷ്ട്രീയത്തെ പടിക്ക് പുറത്തു നിർത്തിയാണെങ്കിൽ അങ്ങനെ. മറ്റൊരു വ്യത്യസ്ത വിഷയവുമായി